14 രാവ് സീസൺ 4 പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിന്റെ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. 14 രാവ് സീസൺ 4 ആരംഭിച്ചപ്പോൾ 21 ടാലന്റഡ് കണ്ടസ്റ്റൻസ് ആയിരുന്നു നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷനാണ്. ഈ സെമി ഫൈനൽ സ്റ്റേജിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് 7 ടാലന്റഡ് ആയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ്. സോ ഇന്നത്തെ ഈ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ നമുക്ക് ആരംഭിക്കാം. സെമി ഫൈനൽ സ്റ്റേജിനെ കുറിച്ച് നമ്മുടെ കുട്ടികളുടെ പുതിയ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ നിന്ന് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഫൈസൽ മാഷിനെയാണ്. ലെറ്റ്സ് വെൽക്കം ഫൈസൽ എലൈറ്റി. ഫൈസൽ മാഷെ നമസ്കാരം. സെമി ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു 4th സീസൺ. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റൗണ്ട്സ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു സീസണിൽ നമ്മൾ കൊടുത്തത്. അപ്പം സെമി ഫൈനൽ സ്റ്റേജിൽ എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഓഡിയൻസിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇതുവരെ തുടർന്ന് പോകുന്നത് ഓരോ കുട്ടിയും ഓരോ റൗണ്ടിലും ഒരു ന്യൂ സോങ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ സെമി ഫൈനലും ഉണ്ട്. ഓരോ കുട്ടിയും 2 വീതം പാട്ടുകളാണ്. ഒന്നാമത് ന്യൂ സോങ് തന്നെ. പിന്നേത് അടുത്തത് മാപ്പിളപ്പാട്ടിൽ ഏത് ഷോയിലും വളരെ കൃത്യമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായി പാടാൻ കഴിയുന്നതും ഓഡിയൻസിന് എളുപ്പം സ്വീകരിക്കാവുന്നതുമായ ഒരു കവാലി സോങ്. ഒന്ന് കവാലിയും ഒന്ന് ന്യൂ സോങ് റിലീസ്ഡ് ആണ്. ഫൈസൽ മാഷ് പറഞ്ഞ പോലെ അവർക്ക് ഉഷാറായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഫൈസൽ മാഷെ നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോകാം. യു ക്യാൻ ഹാവ് എ സീറ്റ്. താങ്ക് യു. സെമി ഫൈനൽ സ്റ്റേജിന്റെ ഈ ഒരു വേദിയിലേക്ക് ഇനി അടുത്തതായി സ്വാഗതം ചെയ്യാൻ പോകുന്നത് വെരി എനർജറ്റിക്, ദ വെരി ചാർമിംഗ് മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ. ഹായ് ഷാൻ സർ. ഹലോ. സെമി ഫൈനൽ സ്റ്റേജ്. അതെ, സെമി ഫൈനൽ എന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം എന്താ പറയുക, കുറേ കണ്ടസ്റ്റൻസൊക്കെ ലക്കിൽ കയറി വന്നവരുണ്ട്, നല്ലോണം പണിയെടുത്ത് വന്നവരുണ്ട്. കാരണം ലാസ്റ്റ് മിനിറ്റ് ചിലപ്പം ഒരു ഭയങ്കര മാജിക് കാണിച്ചിട്ട് വന്നവരുണ്ട്. ഫസ്റ്റ് പാടുമ്പോഴും മാജിക് കാണിച്ചിട്ട് പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം എന്നൊന്നും പറയാനൊന്നുമില്ല. നേരെ അങ്ങോട്ടേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം ചിലർ നമ്മളിങ്ങനെ വിചാരിക്കും ഇവർ സീരിയസ് ഒന്നും അല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പോഴ് ഇവരുടെ പ്രാക്ടീസ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നും ഇത് മിക്കവാറും നമുക്ക് എല്ലാവർക്കും ടൈറ്റ് കോമ്പറ്റീഷനും ടൈറ്റ് ജഡ്ജിങ്ങും ഒക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ ഷാൻ സർ, യു ക്യാൻ ഹാവ് എ സീറ്റ്. ഇനി ഈ സെമി ഫൈനൽ സ്റ്റേജിൽ ഞാൻ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സീസൺ 4ന്റെ സ്റ്റാർസ് ആണ്. ഈ ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ പോരാടുന്ന 7 കണ്ടസ്റ്റന്റാണ്. വെൽക്കം. സെമി ഫൈനൽസിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ശ്രുതി, ഫാത്തിമ ഹെന, റിജിഷ, നർമ്മദ, വൈകാശ്, അജ്മൽ ആൻഡ് ഹക്കീം. അപ്പം ഇവർ 7 പേരാണ് നമ്മുടെ ഈ ഒരു സെമി ഫൈനൽ സ്റ്റേജിൻ്റെ വേദിയിൽ പോരാടാൻ പോകുന്നത്. നമ്മുടെ ജഡ്ജസ് പറഞ്ഞ പോലെ 2 റൗണ്ടുകളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ന്യൂ സോങ് റിലീസ് റൗണ്ട് ആൻഡ് കവാലി സോങ്. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണല്ലേ? അപ്പം കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ നമ്മുടെ ഈ സെമി ഫൈനൽ സ്റ്റേജിൻ്റെ വേദിയിൽ നമുക്കൊരു വലിയൊരു ഭാഗ്യം, നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മലയാളികൾക്ക് ഇന്ന് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ, കൂടാതെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ച ഗായകനും സംഗീത സംവിധായകനുമായ നമ്മളൊക്കെ വളരെ റെസ്പെക്റ്റോടെ കാണുന്ന രമേശ് നാരായണൻ സാറിനെ നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീ രമേശ് നാരായണൻ. ഹലോ. ഹായ് സർ. നമസ്കാരം. 14 രാവിലേക്ക് വീണ്ടും സ്വാഗതം. യെസ്, നമ്മൾക്കൊരു ബ്ലെസ്സിങ് സാറിന്റെ ഒരു പ്രസൻസ് ഈ ഒരു സെമി ഫൈനൽ സ്റ്റേജിൽ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് പറയാണ്. എല്ലാവരും വളരെ എനർജിയോടുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. സാർ, നമ്മുടെ ഈ ഒരു സെമി ഫൈനൽ സ്റ്റേജ് ഒരു എന്താ പറയുക, സാർ പറഞ്ഞ പോലെ എനർജറ്റിക് ആക്കാൻ വേണ്ടി സാറിൻ്റെ ഇപ്പോൾ റീസൺ ഹിറ്റ് എന്ന് നിൻ്റെ മൊയ്തീനിൽ നിന്ന് സൂപ്പർ ഹിറ്റ് സോങ് ശാരദാംബരം, അത് ഞങ്ങൾക്ക് വേണ്ടി. എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുന്നതിൽ. അത് ഇവർ പാടി കേൾക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സാറും കൂടെ ഒന്ന് അക്കമ്പനി ചെയ്താൽ ഡെഫിനറ്റ്ലി ഐ വിൽ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ നന്നായിട്ട് പാടിക്കോളൂ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ഈ ഗാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങമ്പുഴയുടെ കവിതയാണത്. ആ കവിത ഇന്നും കാര്യം, ആ കവിതയ്ക്ക് എന്തായാലും നമുക്കൊരു ശക്തിയുണ്ട്. പണ്ട് എത്ര മുന്നേ എഴുതിയിട്ടുള്ളത്. ആ ലിറിക്കിൻ്റെ ആ എനർജിയാണ് ആ പാട്ട് ഇത്രയും പോപ്പുലറായെന്ന് എനിക്ക് തോന്നുന്നു. മ്യൂസിക് ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് പോകാം അല്ലേ? ലെറ്റ്സ് എൻജോയ്.
ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മലരാഗ സൗരഭം, എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മലരാഗ സൗരഭം, ഇങ്ങു നിന്നു പോമന്ദവായുവും അങ്ങു നിന്നരുളിയിലെന്നോ ശാരദാംബരം. ഓ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ, ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ, ഉൾപുളകമാർന്നത്യുദാരമി പുഷ്പതൽപം ഒരുക്കി ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ.